കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം ഇന്ന് രാത്രി വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് രാത്രിയിൽ കർത്താവിൻ്റെ വലിയ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടട്ടെ. എഫെസോസ് പട്ടണത്തിൽ വെച്ച് പൗലോസിനെ അനുഗ്രഹിച്ച ദൈവം രണ്ടാമത്തെ മിഷണറി യാത്രയിലും മൂന്നാമത്തെ മിഷണറി യാത്രയിലും പൗലോസിനെ എഫെസോസ് പട്ടണത്തിൽ അനുഗ്രഹിച്ചു. കർത്താവിൻ്റെ വേലയിൽ വർദ്ധിപ്പിച്ച ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രിയിൽ നമ്മളോടും ഇടപെടുകയാണ്. നമ്മുടെ ജീവിതത്തിൽ നാം ദൈവത്തിൽ വിശ്വസിച്ച് ആത്മാവിൽ പ്രാർത്ഥിക്കാൻ തയ്യാറെടുക്കുന്നെങ്കിൽ ആത്മീകമായിട്ട് അതുപോലെ ഭൗതികമായിട്ട് ദൈവം നമ്മളെ നടത്തുവാൻ ശക്തൻ തന്നെയാണ്. ഹല്ലേലൂയ. എഫെസോസ് പട്ടണത്തിനകത്ത് ദൈവം പൗലോസിനെ അയച്ചപ്പോൾ 18-ാമത്തെ അധ്യായത്തിൽ ദൈവം ആരംഭിച്ച ഒരു പ്രവൃത്തി, ചില ആളുകൾ വിശ്വാസത്തിൽ കടന്നു വന്നു. അക്വിലാവും പ്രിസ്കില്ലയെയും അതുപോലെ തിമോത്തിയോസിനെയും സൈലസിനെയും കൂട്ടുപിടിച്ച് ആരംഭിച്ചതായൊരു പ്രവൃത്തി അടുത്ത മിഷണറി യാത്രയിൽ ദൈവം ശക്തിയോടെ അതിൻ്റെ ഫലമെടുക്കുവാനിടയായി. സ്തോത്രം. അർത്തമീസിൻ്റെ ആരാധനകളും അതിൻ്റെ വ്യാപാരവും കൊടികുത്തി വാണ എഫെസോസ് പട്ടണത്തിനകത്ത് ദൈവം പൗലോസിനെ ഉപയോഗിച്ചു. ആദ്യം 7 പേര് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്താൽ നിറഞ്ഞ് സ്നാനപ്പെട്ടു, ദൈവകൃപ പ്രാപിച്ച് ആ പട്ടണത്തിലുള്ള ശുശ്രൂഷ ആരംഭിച്ച് എഫെസോസ് പട്ടണത്തിൽ അനേക ആയിരങ്ങൾ കർത്താവിനെ അറിയത്തക്ക വിധം ആ പട്ടണത്തിനകത്ത് ദൈവം പൗലോസിനെ ഉപയോഗിച്ച് പ്രവർത്തിക്കാനിടയായി. ടൈറനസിൻ്റെ ആ ലെക്ചർ ഹാളിൽ ശക്തമായി തിരുവചനങ്ങൾ ഓരോ ദിവസവും പറയുവാൻ തക്കവണ്ണം, സിനഗോഗുകളിൽ പ്രസംഗിക്കുവാൻ തക്കവണ്ണം ശക്തിയോടെ പൗലോസിനെ ഉപയോഗിച്ച ദൈവം കേവലം പ്രസംഗങ്ങൾ മാത്രമല്ല, അസാധാരണമായ അത്ഭുതങ്ങളും അടയാളങ്ങളും പൗലോസിലൂടെ ദേശത്ത് വെളിപ്പെടുത്തുവാൻ തക്കവണ്ണം ദൈവം ഇടയായി. സ്തോത്രം. അങ്ങനെ ആ പട്ടണം സന്തോഷിക്കുവാനും അനേക ആയിരങ്ങൾ യേശുവിനെ അറിയുവാൻ തക്കമുണ്ടയായെങ്കിൽ ഇന്ന് രാത്രി ആത്മാവിൽ ഞാൻ കൈമാറട്ടെ. നിങ്ങളുടെ മിനിസ്ട്രിക്കകത്ത്, നിങ്ങളുടെ പ്രാർത്ഥനയ്ക്കകത്ത്, നിങ്ങളുടെ ജീവിതത്തിനകത്ത് അസാധാരണമായ ദൈവപ്രവർത്തികളെ ദൈവം വെളിപ്പെടുത്താൻ പോകുകയാണ്. ഹല്ലേലൂയ. കർത്താവിൻ്റെ വചനം പ്രസംഗിക്കുവാൻ, കർത്താവിൻ്റെ നാമത്തെ ഉയർത്തുവാൻ, കർത്താവിൻ്റെ ശബ്ദത്തെ ഈ കാലഘട്ടങ്ങളിൽ വെളിപ്പെടുത്തുവാൻ തക്കവണ്ണം അധികാരത്തോടെ, അഭിഷേകത്തോടെ, ശക്തിയോടെ കാലഘട്ടങ്ങളിൽ ഉപയോഗിക്കുവാൻ തക്കവണ്ണം ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിപ്പാൻ ശക്തനത്രയെന്നും, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അനുഭവിക്കുന്ന വ്യതകളുടെ നടുവിൽ മറുപടിയായിട്ട് ആമേ ദൈവത്തിൻ്റെ ശബ്ദം ഇന്ന് രാത്രി വെളിപ്പെടുകയാണ്. ആമേ സ്തോത്രം. ഹല്ലേലൂയ. നീ ഭയപ്പെടേണ്ട. പൗലോസിനോട് ആമേൻ അപ്പോസ്തല പ്രവൃത്തി 17-18 അധ്യായങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അതിനകത്തൊരു വാക്യമുണ്ട്, നീ ഭയപ്പെടേണ്ട. ഹല്ലേലൂയ. നീ സംസാരിക്കുക, ദൈവജനം സംസാരിക്കുക, മിണ്ടാതിരിക്കരുത്. ഹല്ലേലൂയ. നീ ശബ്ദിച്ച് ദൈവശബ്ദം വെളിപ്പെടുത്തി ദൈവത്തിന് വേണ്ടി നീ എഴുന്നേൽക്കുക. ഹല്ലേലൂയ. ഞാൻ നിൻ്റെ കൂടെയുണ്ട്. ഹല്ലേലൂയ. നിനക്കൊരു ഹാനിയും വരികയില്ല. മാത്രമല്ല, ഈ പട്ടണത്തിൽ അനേകർ സ്തോത്രം ഹല്ലേലൂയ ഉണ്ട്. അവരെ നേടുവാൻ ഞാൻ നിന്നെ കണ്ടിരിക്കുന്നു. ഇന്ന് രാത്രി ദൈവശബ്ദം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ വിരമിക്കുന്നു. ഗോഡ് ബ്ലെസ് യു. ആമേൻ.